കോഴിക്കോട് നഗരത്തിലെ പല ഭാഗങ്ങളിലും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പൊതുവഴിയിൽ അലക്ഷ്യമായി തള്ളുന്നതായി പരാതി. കരുവാശ്ശേരിയിൽ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് 3 മാസമായി 2 ലോഡിലധികം മാലിന്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. തെരുവ് നായ്ക്കൾ ചാക്കുകൾ കീറിയതോടെ പ്രദേശം കടുത്ത ആരോഗ്യ ഭീഷണിയിലുമാണ്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് പണം വാങ്ങി ശേഖരിച്ച മാലിന്യങ്ങളാണിത്. ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന കരുവശ്ശേരി വാർഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. 4 ലോഡിലധികം മാലിന്യ ചാക്കുകളാണ് പാർക്കിനോട് ചേർന്ന ഈ പൊതുവഴിയിലുള്ളത്. കോഴിക്കോട് നഗരത്തിലെ പലയിടങ്ങളിലെയും കാഴ്ച സമാനമാണ്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പരമാവധി 7 ദിവസം മാത്രമേ വാർഡുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നിരിക്കെയാണ് പലയിടങ്ങളിലും മാസങ്ങളോളം മാലിന്യം നിക്ഷേപിക്കുന്നത്. തെരുവ് നായ്ക്കൾ ഈ ചാക്കുകൾ കടിച്ചു കീറിയതോടെ പ്ലാസ്റ്റിക്കും മറ്റ് അവശിഷ്ടങ്ങളും റോഡിലേക്കും പരിസരത്തെ വീടുകളിലേക്കും എത്തുന്ന സ്ഥിതിയാണ്. ദുർഗന്ധം കാരണം ജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുമുണ്ട്. ഇതിപ്പം കോർപ്പറേഷൻ്റെ കുടുംബശ്രീൻ്റെ വേസ്റ്റ് കൊണ്ട് ഡംപിങ് സ്റ്റേഷൻ ആക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത് വേറെ എവിടെയായിരുന്നു 3 മാസമായി ഇപ്പോൾ ഇവിടെ തന്നെ ആയിട്ടില്ല. ഇവർ 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും വന്ന് ഒരു ചെറിയൊരു വണ്ടി വരും, അതിൽ കുറച്ച് കൊണ്ടുപോകും. അതും കൂടാണ്ട് ഇതൊരു പാർക്കാണ് എൻ്റെ പുറകിലുള്ളത്. ആ പാർക്കിലാണ് ജിംനാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾ കളിക്കുന്ന സാധനം. അതിനിടയ്ക്കാണ് ഈ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. കോർപ്പറേഷൻ പറയുന്നത് കോർപ്പറേഷനും ഈ വേസ്റ്റ് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാതാണ്. ഇത് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുണ്ട്, അവരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് പരിസരത്തുള്ള എല്ലാവർക്കും വളരെ ശല്യമായി മാറിയിരിക്കുകയാണ്. കരാർ തൊഴിലാളികൾ നാട്ടിൽ പോയതാണ് മാലിന്യം നീക്കം ചെയ്യാൻ വൈകുന്നതെന്നാണ് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. മഴക്കാലത്തിനു മുൻപ് മാലിന്യം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ജനം, കോഴിക്കോട്.